നമ്മുടെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ യൂണിറ്റിനെ പറ്റി. ഇതുപോലെ നമുക്ക് ഒരു ഷട്ടർ യൂണിറ്റ് ഇതുപോലെ നമുക്കൊരു ഷട്ടർ യൂണിറ്റ് വാട്ടർ പ്യൂരിഫയറിന് വേണ്ടി അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് ചെയ്യാം. അപ്പോൾ ഈ യൂണിറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 90 സെന്റിമീറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇപ്പം നിലവിൽ വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഇല്ലാതെ നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഓൾഡ് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയർ ആണ്. പക്ഷെ ഇതിനകത്ത് സ്റ്റോറേജ് ടൈപ്പ് ആയിട്ടുള്ള യൂണിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. സൈഡിൽ ഈ ക്യാൻഡിലും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളും. 60 സെന്റിമീറ്ററേ ഉള്ളൂ. ഇതിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, 60 സെന്റിമീറ്റർ. ഇത് 67 എന്ന് പറയുന്നത് ആ ചാനലെല്ലാം കൂടെ ചേർന്ന് വരുമ്പം ഈ ഇന്നർ സ്പേസ് 60 ആയിരിക്കും. അതേപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 100 സെന്റിമീറ്ററിന് അടുത്തുണ്ട്. ആ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഉള്ള ഏരിയ 90 ആയിരിക്കും, 90 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം അകം 60 സെന്റിമീറ്റർ വിട്ടും 90 സെന്റിമീറ്റർ ഹൈറ്റും ആയിരിക്കും. ഇതാണ് യൂണിറ്റ്. ഇതിനകത്ത് ഒരു വിഷയം മാത്രം ശ്രദ്ധിക്കേണ്ടത്, ഇത് അതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഈ സിങ്കിന്റെ ഒരു പകുതി ഈ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് നിൽക്കും. കാരണം ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, സിങ്കിന്റെ ഒരു പകുതി ഇത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ഇത് നമുക്ക് സിങ്ക് ഇതിൽ നിന്ന് ഇനി അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഈ കോർണർ യൂണിറ്റ് വരുന്ന കാരണം സാധാരണ ഇതുപോലെ അല്ല, കോർണർ യൂണിറ്റ് വരുന്നു. രണ്ടാമത് നമുക്ക് ഈ ഇത് അങ്ങോട്ട് പോകുന്നതും പിന്നെ അക്സസിബിലിറ്റി കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇത് 30 സെന്റിമീറ്റർ ഇതിന്റെ ഹൈറ്റ് ഉണ്ട്. 30 സെന്റിമീറ്ററോളം നമുക്ക് ഹൈറ്റ് ഉണ്ട്. അത് കാരണം വലിയ ഡിസ്റ്റർബൻസ് ആവത്തില്ല. അപ്പൊ ഇത് ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഇപ്പം വാട്ടർ പ്യൂരിഫയർ ഇരിക്കുന്ന ഏരിയയിലോട്ട് GTPT യൂണിറ്റ് കൊണ്ടുവരികയും ഈ GTPT ഇരിക്കുന്ന ഇപ്പത്തെ റൈറ്റ് സൈഡിലോട്ട് കാണിക്കാം. ഈ ഏരിയയിലോട്ട് ഈ GTPT യൂണിറ്റിന്റെ ഈ ഏരിയയിലോട്ട് വാട്ടർ പ്യൂരിഫയർ കൊണ്ടുവരുവാണെങ്കിൽ അത് വേറൊരു രീതി. അപ്പൊ ഈ ഏരിയയിലോട്ട് കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞ കാരണമാണ് വീണ്ടും പഴയ പോലെ തന്നെ ആ സിങ്കിന്റെ മേളിലോട്ട് കൊണ്ടുപോയത്. അപ്പം ഇത് ഒരു വീഡിയോ ആയിട്ട് ഈ ഭാഗം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ.